എത്രത്തോളം ക്ഷമിക്കണമെന്നും ഏതവസരത്തിൽ പൊട്ടിത്തെറിക്കണമെന്നും എനിക്ക് നന്നായിട്ടറിയാം മോളെ. നീ വിഷമിക്കേ വേണ്ട. ആ സ്വാമിയെ ഏത് വിധത്തിൽ തളച്ചിടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരിളന്നിരുത്തെ. താനെന്താ വണ്ടി നിർത്തിയേ? ഭയങ്കര ചൂട് സ്വാമി. ഒരിളനീര് കഴിച്ചാലോ? സ്വാമിക്ക് വേണോ? എനിക്ക് വേണ്ട, തനിക്ക് വേണമെങ്കിൽ വേഗം പോയി കഴിച്ചിട്ട് പോവാ. ശരി സ്വാമി. ചേട്ടാ, ഒരു കരിക്ക് വെട്ടിട്ടെ. ഞാൻ ധൈര്യമായിട്ട് വെട്ടിക്കാൻ മോളെ. എന്റെ കയ്യിൽ നിന്ന് ഒരു കരിക്ക് വാങ്ങി കുടിക്കാനും വേണ്ടേ ഒരു ഭാഗ്യം. ഈ ചൂടൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി നിറച്ച് വെള്ളമുള്ള ഒരു കരിക്കെടുത്തേ. കുറച്ച് മൂത്ത കരിക്ക, കുഴപ്പമില്ലല്ലോ അല്ലേ? ഏയ്, മൂത്തത് വേണ്ട, ഇളം കരിക്ക് തന്നെ ആയിക്കോട്ടെ. എന്തേ, ഇളം കരിക്കില്ലേ നിന്റെ അടുത്ത്? അതുപോലത്തെ കരിക്ക് വേണമെങ്കിൽ അതിന്റെ റേറ്റ് ഇച്ചിരി കൂടും. കുഴപ്പമില്ലല്ലോ ചേട്ടാ? ഞാൻ ആഗ്രഹിച്ച കരിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. അപ്പോ തരാൻ ഒരുക്കാണല്ലേ? ഇപ്പോ കിട്ടുന്നതെല്ലാം മായം കലർന്ന വിഷമല്ലേ? കൃത്രിമമായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുമ്പോ കുടിക്കുന്നത്? എന്തൊരു രസമായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ കരിക്ക് കുടിച്ച പോലുണ്ട് എനിക്ക്. ആലോചിക്കുമ്പോ തന്നെ വായിൽ വെള്ളവും. ശരി ശരി, വീട്ടിലേക്ക് വന്ന് ആസ്വദിച്ച് കുടിച്ചിട്ട് പോ. ഒരു പൂവ് ചോദിച്ചപ്പോ പൂമാല കിട്ടിയതുപോലെ ആയല്ലോ. ചേട്ടാ, വീട്ടിലേക്ക് വരില്ലേ? നീ വിളിച്ചാൽ ഏത് നരകത്തിൽ വേണം ഞാൻ വരും. വാ.
കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ കരുതിയത് കിട്ടാൻ പോണ വടയും സാമ്പാറും. പക്ഷെ എനിക്കിന്ന് ബിരിയാണി തിന്നാനാണ് യോഗം. ഇങ്ങനെ ചിരിക്കില്ലടി മോളെ. ഞാൻ ഉള്ളിൽ പോയി കരിക്ക് റെഡിയാക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് വരണേ. സ്വാമി ഉണരുന്നതിന് മുമ്പ് ഇവളങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു. ഉഫ്. ദൈവമേ, ആരും കാണാതിരുന്നാ മതിയായിരുന്നു. എത്ര നേരമായി ഇവള് വെറുതെ മനുഷ്യനെ. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇവളിത് എവിടെ പോയി? പറഞ്ഞു പറ്റിച്ചു കളഞ്ഞല്ലോ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കരിക്കടയും കാണാനില്ലല്ലോ. അയ്യോ, ഇവിടെ ഇരുന്ന് ഓല ഷെഡ് കാണുന്നില്ലല്ലോ. എന്താടോ? ഒന്നുമില്ല സ്വാമി. ഇളനീര് കിട്ടിയില്ലേ? ഇളനീര് കുടിച്ചു സ്വാമി. എന്നാ പിന്നെ വണ്ടി എടുക്കാൻ നേരം വൈകുന്നു. ഇതാ ഞാൻ വരാ സ്വാമി. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇനി ഞാൻ സ്വപ്നം കണ്ട വല്ലതാണോ? എന്താ ലക്ഷ്മി ഇത്? എന്തേ? ഇതെല്ലാം കൂടെ നീ എന്തിനാ എടുത്തോണ്ട് വരുന്നത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അത് സാരമില്ല തമ്പുരാനെ, ഇതൊക്കെ എനിക്ക് ശീലമുള്ളത്. അയ്യോ തമ്പുരാനെ, അയ്യോ തമ്പുരാനെ, ഇത് കയ്യിൽ നിന്ന് വീണു. എന്താ രാശേര? തമ്പുരാനെ, എന്താ പറ്റിയെ? ചോര വരുന്നു. എന്താ എന്നെ പറ്റിയേട്ടാ? തമ്പുരാനെ. ഏട്ടാ, ഏട്ടന് എന്താ പറ്റിയേട്ടാ? എന്റെ കയ്യിൽ നിന്ന് വിളക്കറിയാതെ താഴെ വീണു പോയതാ. നിനക്കെന്താ ഇത്ര ശ്രദ്ധയില്ലാതായോ? നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? നീ ഒരു വൃത്തിയുള്ള തുണി കൊണ്ടുവാ. എന്താടാ ഇത്? സാരമില്ല ചേച്ചി. അയ്യോ, ഒരുപാട് രക്തം വരുന്നല്ലോ. നന്നായി മുറുകി കിട്ടേ ചേച്ചി. ചോരയൊന്ന് നിർത്താൻ വേണ്ടി കെട്ടുക. ഡോക്ടർ വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യട്ടെ. ചേച്ചി, സ്വാമി വരുന്നുണ്ട്. പൂജയ്ക്ക് വേണ്ടി പാൽപായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്ക്. അയാൾക്ക് എന്താ പാൽപ്പായസം ഇല്ലാതെ പൂജ ചെയ്യാൻ പറ്റില്ലേ? പറയുന്നു കേക്ക് ചേച്ചി. ഒന്ന് പോയി നോക്കിട്ട് വാ. ആ ശരി ശരി, നീ കാല് ശ്രദ്ധിച്ചോണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിയോളാം. ഓ, ചെല്ല്. എന്തൊക്കെയാണോ? മണിയണ്ടാ, തമ്പുരാനെ. ഡോക്ടറെ ഒന്ന് വിളിച്ച് കണക്ട് ചെയ്തതാ. എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ഓ ശരി തമ്പുരാനെ. ചെല്ലു മഞ്ജു, നീ പൊയ്ക്കോ മോളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ.
തെളിച്ച് തോന്നാണ്ടില്ല, അതൊന്ന് ഓഫ് ചെയ്യ്. അയ്യോ ഒരു ശ്രദ്ധയില്ല. കണ്ടില്ലേ തമ്പുരാട്ടി? എടി, നിനക്കിന്ന് എന്താ പറ്റിയേ? ആകെപ്പാടെ ഒരു മന്നതയാണല്ലോ. ഇന്ന് രാവിലെ എന്റെ ഭർത്താവിനെ കണിയുണ്ടതോടെ ഒരു കാര്യവും ശരിക്കും നടക്കുന്നില്ല. നീ ചെയ്ത തെറ്റിന് നിന്റെ ഭർത്താവിനെ പഴി പറയണ്ട. ഗംഗേ, ആ പായസം ഒന്ന് ഇറക്കി വെക്കും മോളെ. ആ ശരി വല്യമ്പ്രാട്ടി. പാൽപ്പായസം വെച്ച് പൂജ നടത്താൻ പോവാണോ? അത് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. മോളെ ഇത് എല്ലാം തറയിപ്പോയല്ലോ. എന്താ ഗംഗ ഇത്? നിനക്ക് ഒട്ടും ശ്രദ്ധയില്ലേ? അല്ല വല്യമ്പ്രാട്ടി, ആരും എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കളഞ്ഞതാ. അവളെ പോലെ നീ ഓരോ കാരണം പറയല്ലേ. ഇല്ല വല്യമ്പ്രാട്ടി, സമയം ശരിയല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നടക്കും. ദേ, നീ ഒരു അക്ഷരം മിണ്ടി പോവരുത്. വേഗം വേറെ പായസം ഉണ്ടാക്കാൻ നോക്ക്. ശരി. അടുക്കള മുഴുവൻ വൃത്തികേടായി. എന്തായി ചേച്ചി, പാൽപായസം റെഡിയായോ? ആ, ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം എടുക്കും. തുടങ്ങിയിട്ടേ ഉള്ളെന്നാ? ഇത്ര നേരം പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എന്തെടുക്കുമായിരുന്നു? സകലമാന കാര്യങ്ങൾ നിനക്ക് അറിഞ്ഞു പറ്റുമല്ലേ? ആദ്യം ഉണ്ടാക്കിയ പായസം കൈ തട്ടി മറിഞ്ഞുപോയി. ഇപ്പൊ വേറെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാ സംഭവിക്കുന്നേ? മനസ്സിനൊരു സമാധാനമില്ല. ഇതെല്ലാം അപശകുനമായിട്ടാ എനിക്ക് തോന്നുന്നത്. അങ്ങനൊന്നും ചിന്തിക്കണ്ടടാ. ഒരു വീടാവുമ്പോ കൈ തട്ടി മറിയും, ചിലപ്പോ ഉടഞ്ഞു പോവും. അതൊക്കെ അപശകനമാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ലടാ. അതും ഇതും ആലോചിച്ച് നീ മനസ്സ് വിഷമിപ്പിക്കാതെ സ്വസ്ഥമായിട്ടിരിക്കേ. സ്വാമി ഒന്ന് ഇങ്ങോട്ട് എത്തിയ പിന്നെ ഈ അപശകുനങ്ങളിലൊന്നും എനിക്ക് ഒരു പേടിയില്ല. എല്ലാം സ്വാമി തന്നെ നോക്കിക്കോളും. ആ സ്വാമി നിന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലേ? പക്ഷേ സ്വന്തം ജീവന് വേണ്ടി പോരാടാനിരിക്കുന്ന സ്വാമിയെ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്താണോ
മനുഷ്യനെ മെനക്കെടുത്താൻ ആ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഒപ്പിച്ചോളും. ഹാ. ആ ഇവിടെ വെറുതെ ഇരിക്കുക, വന്ന് ഈ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് ചേച്ചി. എടി, ബൾബ് കണ്ടുപിടിച്ചിട്ട് 200 വർഷമായി, കറന്റ് കണ്ടുപിടിച്ചിട്ട് 220 വർഷമായി. ഈ ലോകം മുഴുവൻ ഇപ്പോ LED മയവാ. നീയൊക്കെ ഇപ്പോഴും ഈ കാമാക്ഷി വിളക്കും കത്തിച്ചോണ്ടിരുന്നോ? നിങ്ങളെ പോലെ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാനേ ഈ രുക്മിണിയെ കിട്ടില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അതെ, ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞ് ഇവിടെ ഇരുന്നു. The subscriber cannot be reached at the moment. Please try again later. The subscriber cannot be reached at the moment. Please try again later. അരുൺ, അച്ഛാ, സ്വാമി എന്റെ ഫോണിൽ നിന്ന് കുറെ നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും, പക്ഷെ കിട്ടുന്നില്ല. നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയേ. അച്ഛാ, അച്ഛൻ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അദ്ദേഹം വരും. എടാ, വൈകിട്ട് ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞതാ, ഇതുവരെയും കണ്ടില്ലല്ലോ. നീ നിന്റെ ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ചു നോക്ക്. ശരി, വിളിച്ചു നോക്കാം. The subscriber cannot be reached at the moment. Please try again later. അച്ഛാ, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. ആർക്കും അടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് തന്നെ അവൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അരുണേ, കോള് പോകുന്നുണ്ട്. അച്ഛാ, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. ആർക്കും അടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് തന്നെ അവൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അരുണേ, കോള് പോകുന്നുണ്ട്. സ്വാമി, നിങ്ങളിത് എവിടെയാണ്? ഞാൻ സ്വാമിയല്ല സാർ, ഡോക്ടറാ സംസാരിക്കുന്നത്. ഡോക്ടറോ? ഞാൻ സ്വാമിയുടെ നമ്പറിലേക്കാണല്ലോ വിളിച്ചത്. സ്വാമിയുടെ നമ്പറിലേ ഇത്. സാർ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ക്ഷമയോടെ സാറ് കേൾക്കണം. എന്തു പറ്റി സ്വാമിക്ക്? സാർ, അദ്ദേഹം യാത്ര ചെയ്ത കാർ ആക്സിഡന്റ് ആയി സ്പോട്ടിൽ തന്നെ ഡ്രൈവർ മരിച്ചു സാർ. അയ്യോ, സ്വാമിക്ക് ഹെവി ഫ്രാക്ചർ ഉണ്ട് സാർ. എന്താ ഡോക്ടറെ, എന്തൊക്കെയാ ഈ പറയുന്നേ? സ്വാമിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതിപ്പോ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല സാർ. ഈ വിവരം ഞാൻ ആരെ അറിയിക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ സാറിന്റെ ഫോൺ വന്നത്. ഡോക്ടറെ, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം. സ്വാമിയെ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? തൃശ്ശൂരാണ്, അജന്ത ഹോസ്പിറ്റൽ, ഗാന്ധിനഗറില്. ഓക്കെ ഡോക്ടർ, ഞാൻ ഉടനെ തന്നെ പുറപ്പെട്ടോളാം. അരുണേ, അച്ഛാ, സ്വാമിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എന്താ ചെയ്യ? അതേടാ, അദ്ദേഹത്തെ ഇപ്പോ തൃശ്ശൂരുള്ളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഉടനെ അങ്ങോട്ട് പോവാം. ഞാനും കൂടെ. വേണ്ട മോനെ, നീ ഇവിടെ നിന്നാ മതി. ഡ്രൈവറോട് വേഗം വണ്ടി തിരിച്ചിടാൻ പറ, ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. ആ സ്വാമി ജീവൻ പോകാതെ രക്ഷപ്പെട്ടു. സാരമില്ല, അവൻ ആ കിടപ്പിൽ നിന്ന് എഴുന്നേക്കുന്നത് എനിക്കൊന്ന് കാണണം. എങ്ങോട്ടും മണങ്ങാൻ പറ്റാതെ ഒരേ സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടാൽ അതിന്റെ വേദന എന്തായിരിക്കുമെന്ന് ആ സ്വാമിക്ക് ഇതോടുകൂടി മനസ്സിലായി കാണും. അവൻ സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഈ കൊട്ടാരത്തിന്റെ അടിവേര് ഞാൻ പിഴുതിരിക്കും. എന്റെ ഈ ലക്ഷ്യം നിറവേറാൻ അമ്മ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാകണം.
ആ